ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ ചാനലാണ്, സഹറ വ്ളോഗ്സ് എന്നാണ് പേര്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയ ചെറിയൊരു ട്രിപ്പാണ്. ഇത് തെന്മലയാണ്, ഈ കാണുന്നത് തെന്മല ഡാമാണ്. തെന്മല പാലരുവി പോയ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം തെന്മലയിൽ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞങ്ങൾ പോയ ഡേയിൽ കുറച്ച് ചെറിയൊരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് ചാറിയായിരുന്നു. ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തന്നെ എന്ത് രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം തെന്മല അതിൻ്റെ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ പുറത്തുനിന്നൊരു വ്യൂ ആണ് കണ്ടത്. പിന്നെ നമ്മൾ അതിന് കുറച്ച് ഇങ്ങോട്ടായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് മാനുകളെയും മ്ലാവിനെയും ഒക്കെ കാണാൻ പറ്റുമല്ലോ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറിയ കാഴ്ചയാണിത്. ഇവിടെ വേറെ മൃഗങ്ങളൊന്നുമില്ല. കണ്ടേ, മ്ലാവ് അതുപോലെ തന്നെ മാനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ ഈ ആൾക്കാരെയാണ് കണ്ടത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കഴുത്തിൽ ചെറിയൊരു മുറിവ് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടി മുറിഞ്ഞതായിരിക്കാം. അപ്പം കണ്ടേ, അവരെയാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വിശ്രമത്തിലാണ്. ഒരാൾ ഇതാ കാര്യമായിട്ട് ചവയ്ക്കുന്നുണ്ട് എന്തോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അകത്തൂടെ തന്നെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്നൊരു ഫീലൊക്കെയാണ്. കണ്ടില്ലേ, മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എല്ലാത്തിനും ഓരോ സ്പെസിഫിക് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോളാണ്. പിന്നെ ഒരു കുഞ്ഞു മാൻകുട്ടിയെ കണ്ടില്ലേ, ഒരു പുള്ളിമാനാണ്. പിന്നെ ഞങ്ങൾ കുറേ പുള്ളിമാനെയാണ് കേട്ടോ കണ്ടത്. ഈ രണ്ട് ആൾക്കാരേ ഉള്ളായിരുന്നു അതിനകത്ത്. ആ പുള്ളിമാന് കൂട്ടത്തോടുകൂടി വെള്ളമൊക്കെ കുടിക്കുകയാണ്. നല്ല രസമാണ് എല്ലാവരും ഒരുമിച്ച് കാണാനല്ലേ. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് പാലരുവിയിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കും നല്ല ഭംഗിയാണ് നമ്മുടെ റോഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ഇതാണ് പാലരുവിയുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്നൊരു ബസ്സിലാണ് പോകുന്നത്. ബസ്സിലിങ്ങനെ കുറച്ച് ദൂരം, ഒരു കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തും. ആ ബസ്സിൽ പോകുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലരുവിയിലെത്തി. അവിടുന്ന് നമ്മൾ അതിലേക്കൂടെ നടന്ന് അവിടെ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് നമുക്ക് കാണാം. അടിപൊളിയാണ് കേട്ടോ കാണാൻ. നമുക്ക് മനസ്സിനൊക്കെ എന്തൊരു സമാധാനമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ. ആ പാല് പോലെ ഇങ്ങനെ ഒഴുകുന്ന അടിപൊളിയാണ് കാണാൻ. അപ്പോൾ മഴ പെയ്തൊരു അന്തരീക്ഷമായതുകൊണ്ട് അവിടെയൊക്കെ ഈ ഒരു ഇതായിരുന്നു. അടിപൊളിയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വിശേഷമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.